Hello, good afternoon. Good afternoon. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ചുങ്കത് ജ്വല്ലറി ലേഡീസ് അവരുടെ നിറക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ഒരു പ്രത്യേകതരം വിഷയമാണ്. ശരിക്കും ഇന്ത്യയുടെ ശരിക്കും നമ്മുടെ വീടുകളുടെയൊക്കെ മുന്നിൽ അല്ലെങ്കിൽ പ്രത്യേക തരം ജംഗ്ഷനുകളിൽ ചുമന്ന ചെറിയ ഒരു എന്താണ് ഇരുമ്പിൻ്റെ പോസ്റ്റ് ബോക്സ് അതെ ഇപ്പോഴൊക്കെ അത് കാണാറുള്ളത് അതൊരു നാമാവശേഷമായ അവസ്ഥയിലാണ്. ആരും ഉപയോഗിക്കാതെ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ തുരുമ്പ് പിടിച്ച ഒരു പെട്ടി മാത്രമായിട്ട് പോസ്റ്റ് ബോക്സുകൾ മാറുന്ന ഒരവസ്ഥ, ചരിങ്ങും ചാങ്ങും ഒക്കെ കിടക്കുന്ന ഒരവസ്ഥയെ. അതേസമയം സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളിങ്ങനെ പ്രത്യേകിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് ലെറ്റർ പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ് ബോക്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന ഒരവസ്ഥ. എന്നാൽ ഇന്ന് പോസ്റ്റ് ഓഫീസിൽ പോകുന്നത് തന്നെ ശരിക്കും അതെ പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ പോസ്റ്റ് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി നമ്മൾ പോസ്റ്റ് ചെയ്യാൻ നോക്കാറുമുള്ളൂ പലപ്പോഴും. അത് പലപ്പോഴും കാണാറുണ്ട്. അതായത് പണ്ട് കാലത്ത് ഒരു ഇമെയിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതം അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് അത് മൊത്തമായി തിരിഞ്ഞ് നമുക്കൊരു കത്ത് കിട്ടുക, നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡ് ആരെങ്കിലും അയക്കുക എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം. അങ്ങനെ ഒരാൾ ഒരു എഫേർട്ട് എടുത്ത് ഒരു പോസ്റ്റ് ഓഫീസിൽ പോയി നമുക്ക് വേണ്ടി ഒരു കാര്യം പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസുകളും പോസ്റ്റ് ബോക്സുകളും എല്ലാം വളരെ നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. ഇതെല്ലാം ഒരു നൊസ്റ്റാൾജിയ, വളരെ സന്തോഷം നൽകുന്ന കുറെ ഗൃഹാതുര സ്മരണകളായി മാറുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യക്ക് എവിടെയൊക്കെയാണ് പോസ്റ്റ് ഓഫീസുകൾ ഉണ്ട് എന്ന് അന്വേഷിച്ചു നോക്കിയപ്പോൾ വളരെ രസകരമായ ഒരു വസ്തുത കണ്ടെത്തി. ആ ഒരു വസ്തുതയാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്, അല്ലേ? അതെ, ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അന്റാർട്ടിക്കയിൽ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. അത് ഇന്ത്യയുടെ സയന്റിഫിക് ബേസിലാണ്. അങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യ സെഗ്മെന്റിന് ശേഷം മടങ്ങി വരാം. നമസ്കാരം, ഞാൻ രജനി. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബനാന സ്വീറ്റ് റോൾ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: നേന്ത്രപ്പഴം കട്ട് ചെയ്തത് 2-3 എണ്ണം, പഞ്ചസാര, തേങ്ങ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ഏലക്കാപ്പൊടി, വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. പാൻ നന്നായി ചൂടാണ്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. പഴം ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇടണം. പഴം 2 സൈഡും നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുട്ടികളൊക്കെ പഴം അങ്ങനെ തന്നെ കൊടുത്താൽ ചില കുട്ടികൾ കഴിക്കില്ല. അപ്പോൾ ഇതുപോലെ ആക്കി കൊടുത്താൽ എല്ലാവരും കഴിച്ചോളും. ഫില്ലിങ്ങിന് വേണ്ടത് റെഡിയാക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് നമ്മളെ വീട്ടിൽ തന്നെയുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഡിഷാണ്. ഇതിലേക്ക് മുന്തിരി ഇടുക. കുറച്ച് 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്.
ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടാം. ഏലക്കാപ്പൊടി നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. കുറച്ച് 2 സ്പൂൺ പഞ്ചസാര, ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫില്ല് ചെയ്യേണ്ട അണ്ടിപ്പരിപ്പും തേങ്ങയും ഇതിലേക്കിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഇത് റോളാക്കും. ഓരോ പഴം ഇങ്ങനെ റോളാക്കി വെക്കണം. എല്ലാം റോളും റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയും ഈസിയുമായ ബനാന സ്വീറ്റും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം.